2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഒന്നും കൂടെ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ആ ദൈവവചനത്തെ ശ്രദ്ധിക്കുക. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അതിന്റെ മലയാളം ഇതാണ്: സാത്താൻ നമ്മളെ വഞ്ചിപ്പാൻ, കബളിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് അവസരം കൊടുക്കരുത്. അവന്റെ കുതന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലയോ. അപ്പൊ ഈ വചനത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ ഗെറ്റ് ആൻ അഡ്വാൻറ്റേജ്. അവൻ കേറി മുൻപന്തിയിൽ വരല്ല. അവൻ നിന്നെ കബളിപ്പിക്കരുത്. അവൻ നിന്നെ വഞ്ചിപ്പിക്കാൻ നീ അവസരം നൽകരുത്. എന്നിട്ട് എന്തു ചെയ്യണം? അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം. ഇനി എഫേസ്യർ 6:10-12 വചനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-12 വചനം വായിക്കുന്നു. ശ്രദ്ധിക്കുക. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. ഇനി 12 വായിച്ചേ. 10 ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. 12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. ഇവിടെ പറയുന്നു, നമ്മൾ വായിച്ച കൊരിന്ത്യർ പറയുന്നു, സാത്താന്റെ തന്ത്രങ്ങളെ അറിയാതെ പോകരുത്. അവൻ നമ്മളെ മുതലെടുക്കരുത്. എഫേസ്യർ 6:10-6 വായിക്കുമ്പോൾ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമ്മൾ എന്ത് ചെയ്യാ? ശക്തിപ്പെടുവിൻ. എന്നിട്ട് പറയാണ് നമുക്ക് എന്തുണ്ട്? ഒരിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ തന്ത്രങ്ങളെ മനസ്സിലാക്കി, അവന്റെ സ്കീം, അവന്റെ അഡ്വാൻറ്റേജ്, അവന്റെ ഓരോ പരിപാടികൾ, അത് നീ അവന്റെ ട്രിക്ക് നീ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവൻ നിന്നെ കബളിപ്പിക്കും. ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. കൊരിന്ത്യർ പറയുന്നു, സാത്താന്റെ സ്കീമുകളുണ്ട്, സാത്താന്റെ ട്രിക്ക് ഉണ്ട്. അതിന്റെ അകത്ത് നീ വീണു പോകരുത്. അവന്റെ തന്ത്രങ്ങളെ നീ അറിയണം. അറിഞ്ഞ് അവന്റെ തന്ത്രങ്ങളിൽ നിന്ന് നീ വിജയിക്കണം. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നീ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. എന്താണ്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ശക്തികളോടും നമുക്ക് പോരാട്ടമുണ്ട്. 2 രീതിയിൽ പറയണം. ഒന്ന്, നീ അറിഞ്ഞ് അവന്റെ പ്ലാൻ മനസ്സിലാക്കി നീ അതിനെ ജയിക്കണം. 2, കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ട് നീ ജയിക്കണം. പറയുന്നു, നമുക്കൊരു പോരാട്ടം ഉണ്ട്. ജഡരക്തങ്ങളോടല്ല, ജഡോരക്തം, ഫ്ലഷ് ആൻഡ് ബ്ലഡ്, മനുഷ്യനോടല്ല. നിനക്ക് കാണാൻ പറ്റാത്ത മണ്ഡലത്തിൽ ഒരു സംഭവമുണ്ട്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, ഒറ്റ വാക്യം പറഞ്ഞ അന്ധകാര ശക്തികൾ. ഈ 2 വചനങ്ങളൂടെ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നൊരു സത്യം, ഓരോ ദൈവ പൈതൽ, ഒരു വിശ്വാസി ഒരു ആത്മീയ യുദ്ധത്തിലാണ്. യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ശ്രദ്ധിക്കണം. 2 രീതിയിൽ സംസാരിക്കും. യേശുവിനെ സ്വീകരിച്ചു, കർത്താവിനെ നമ്മൾ സ്വീകരിച്ചു. നമ്മുടെ രക്ഷയെ പിശാച് തൊടത്തില്ല. നമ്മൾ യേശുവിനെ രക്ഷിക്കപ്പെട്ടു, യേശുവിലാ വിശ്വസിക്കുന്നത്. നമ്മുടെ രക്ഷയെ പിശാചിന് തൊടാൻ സാധിക്കത്തില്ല. പക്ഷേ അവൻ നോക്കി നടക്കും, ഒരവസരത്തെ നോക്കി നടക്കും. ആ അവസരം മുതലെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ കയറി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട പലതിനെയും അവൻ തടസ്സപ്പെടുത്തും. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് വാണിംഗ് പോലെ കൊടുക്കുന്നത്. പിശാച് അഡ്വാൻറ്റേജ് എടുക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. അവൻ നിങ്ങളെ കബളിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. അവന്റെ ട്രിക്കിനെ, അവന്റെ സ്ട്രാറ്റജിയെ, അവന്റെ പ്ലാനിനെ അറിഞ്ഞ് വിശ്വാസിയെ നീ ജയിക്കണം.
പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, പൗലോസ് മാത്രമല്ല പത്രോസും പറയുന്നുണ്ട്. 1 പത്രോസ് 5:8 പറയുന്നു, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കും. അപ്പൊ പത്രോസ് എന്താ പറയുന്നുണ്ട്? ഒരു പ്രതിയോഗിയുണ്ട്, അവൻ ആരെ വിഴുങ്ങേണ്ടു എന്നും പറഞ്ഞ് ചുറ്റി നടക്കും. ഇത്രയുള്ള ഉദ്ദേശം. അവന്റെ വായിക്കകത്ത് നീ വന്ന് വീഴുക. അത് വീണാൽ പിന്നെ പുറത്തു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനകത്തിട്ട് ഞെരുക്കുകയാണ് നിന്നെ. ഇനിയല്ല, ശ്രദ്ധിച്ചേ, ഇത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ലോകത്തിൽ നമ്മുടെ കാഴ്ചകൾക്കപ്പുറത്ത് ഒരു ദുഷ്ട വ്യാപാരമുണ്ട്. ബൈബിൾ അത് വ്യക്തമായി പറയുന്നു. പേടിക്കാനല്ല പറയുന്നത്, നീ തിരിച്ചറിവുണ്ടാവാൻ പ്രാർത്ഥിക്കും. നീ ഒന്ന് ശക്തിപ്പെട്ട് തിരിച്ചറിഞ്ഞാൽ നിനക്ക് ജയമുണ്ട്. അവൻ മുതലെടുക്കാൻ നമ്മൾ അനുവദിക്കുക, അത്രേ ഉള്ളൂ. അവൻ അതേ പറ്റത്തുള്ളൂ. മുതലെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യരുത്? അനുവദിക്കരുത്. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഇതെല്ലാവരുടെ ജീവിതത്തിൽ ഡെലിവറൻസിലേക്ക് വരാൻ പോവാ. ഒന്ന്, എന്താണ് ഇതെല്ലാം പറയാൻ പറ്റില്ല, ഷോർട്ടായിട്ട് പറയാം. ഈ സ്വതന്ത്രമായ ഫ്രീ വില്ലുള്ള സ്വതന്ത്ര മനസാക്ഷിയാൽ സൃഷ്ടിക്കപ്പെട്ട, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട അരുണോദയ പുത്രനായ ശുക്രൻ, അതാണ് ലൂസിഫർ എന്ന് പറയുന്ന ഒരു മാലാക, ഒരു ദൂതൻ, ദൈവത്തോട് നിഗളിച്ച് പാപം ചെയ്തപ്പോ ദൈവം ഉയരത്തിന്ന് വെട്ടി അവനെ വീഴ്ത്തി. ആ ദൂതനും അവന്റെ കൂട്ടത്തിൽ, നമ്മുടെ ഭാഷ പറഞ്ഞ കുറെ ശിങ്കടികളും കൂട്ടുകാരും എല്ലാം കൂടെ വെട്ടേറ്റു വീണു. അതാണ് സാത്താനും അവന്റെ കൂട്ട് ടീമുമായി ഈ ലോകത്തിൽ ഇന്ന് വെളിപ്പെട്ട് നിൽക്കുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയാ. പക്ഷെ അഹങ്കാരം കയറി, നിഗളം കയറിയപ്പോ ആ മാലാഖയെ, ആ ദൂതനെ വെട്ടി വീഴ്ത്തി. അപ്പൊ അന്ന് മുതൽ അവന്റെ ഫൈറ്റിംഗ് ഈ ദൈവത്തിന്റെ പ്രവൃത്തികളോടും ദൈവിക മണ്ഡലങ്ങളോടും. ബൈബിൾ പറയുന്നുണ്ട്, യെശയ്യാവിൽ പറയുന്നുണ്ട്. എല്ലാം എടുക്കണം, ഞാൻ എടുക്കാൻ പറയുന്നത് മാത്രം എടുത്താൽ മതി. അരുണോദനായ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? എങ്ങനെ നീ വെട്ടേറ്റു വീണു? അപ്പൊ ഈ ലോകത്തിൽ ആ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആത്മജീവികളാണ്, അനുകരിക്കാൻ അത് ഇടപെടും. വെളിച്ചദൂതന്റെ വേഷം കെട്ടും, കൗശലമായി മനുഷ്യനെ വഞ്ചിക്കും. സർവജ്ഞാനിയൊന്നുമല്ല, കാരണം സൃഷ്ടിയായതുകൊണ്ട് സർവജ്ഞാനിയല്ല. പക്ഷെ അവന് ചില അറിവുകളും ചില പരിപാടികളും ചെയ്യാൻ പറ്റും. ഇനി തിരിച്ചറിഞ്ഞേ, വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇതിനെല്ലാം ബന്ധിച്ച് ചങ്ങലക്കകട്ടിട്ട് തീക്കിടാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ ഇത് ഈ ലോകത്തിൽ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് കംപ്ലീറ്റ് ചെയ്യും വെളിപ്പാട് പുസ്തകം. ഇതിനെ ബന്ധിച്ച് ദൈവം വിടുന്നൊരു സമയമുണ്ട്. വെളിപ്പാട് 20 നമുക്ക് കാണാൻ പറ്റും. മത്തായി 25:41 ബൈബിൾ പറയുന്നത്, പിന്നെ അവൻ അവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കി വെച്ചൊരു നിത്യാഗ്നിയുണ്ട്. ബന്ധിച്ച് ദൈവം ഇടുന്നൊരു സമയമുണ്ട്. അതുവരെ ഇതിന്റെ എന്ത് ചെയ്യാൻ പറ്റും? ഫൈറ്റിങ്സ് ഈ ലോകത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇനി ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതിയെ പിശാചിന് തടയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പദ്ധതി നിശ്ചയമായി നിറവേറും. പക്ഷെ ഇവൻ ചില ട്രിക്കുകൾ കാരണം നമ്മുടെ ജീവിതത്തിൽ അറ്റാക്ക് ഉണ്ടാക്കും, നമ്മളെ ചെതറിക്കും, താമസങ്ങൾ ഉണ്ടാക്കിപ്പിക്കും, നമ്മളെ പല ഏരിയയിൽ അങ്ങ് നിരാശക്കകത്താക്കും. ഇതാണ് ഇവൻ ചെയ്യുന്ന പദ്ധതി. ഇത് ചെയ്ത് അവൻ വിജയിക്കും. എന്താ പിശാചിന്റെ പ്രവൃത്തി? ഏറ്റവും യേശു തന്നെ പറയും പിശാചിന്റെ പ്രവൃത്തി എന്താ. യേശു തന്നെ പറഞ്ഞു. യോഹന്നാൻ 10:10 പറയുന്നു, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ വരുന്നത് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാൻ. ഒന്ന് നാശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ, വിഴുങ്ങാൻ, ഇപ്പുറത്ത് അതിന്റെ മീതെ
കവർ ചെയ്ത് ജീവൻ നൽകാനായിട്ട്. അപ്പം യോഹന്നാൻ 10:10 പറഞ്ഞ് മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. മോഷ്ടിപ്പ സ്റ്റീൽ. എന്തോ സ്റ്റീൽ? മോഷ്ടിക്കുക. നമ്മൾ മോഷ്ടിക്കാൻ വേറൊരാളെ അപഹരിച്ചെടുക്കുക. എന്തിനെ? നമ്മുടെ സമാധാനത്തെ, നമ്മുടെ സന്തോഷത്തെ, വിശ്വാസത്തിന്റെ അനുഭവങ്ങളെ, ദൈവിക മണ്ഡലങ്ങളെ, വിളികളെ അവൻ മോഷ്ടിക്കും. കിൽ. എന്ത് ചെയ്യും? കില്ലിന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ, ബന്ധങ്ങളെ, പ്രാർത്ഥനാ ജീവിതത്തെ, ലാസ്റ്റ് ആയിട്ട് ഇതെല്ലാം കൂടെ നശിപ്പിച്ച് അവനെ ഒരു പരിപാടിയിലേക്ക് മാറ്റും. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റും. ഇനി ശ്രദ്ധിക്കുക. ഇത്ര ഞാൻ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി. എന്താണ് പിശാച്? അവന്റെ പ്രവൃത്തി എന്താണ്? അറക്കുക, മുടിക്കുക, നശിപ്പിക്കുക. അറക്കുക, അറക്കുക, മുടിക്കുക, അല്ലെങ്കിൽ മോഷ്ടിക്കുക. മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക, നശിപ്പിക്കുക. സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്. മോഷ്ടിക്കുക. എവിടൊക്കെ മോഷ്ടിക്കുന്നു, എവിടൊക്കെ അറ്റാക്ക് ചെയ്യുന്നു പറയാൻ പോവാം. നമ്മൾ ഇനി കൂടെ ചിന്തിക്കാൻ പോകുന്നത് പിശാച് നമ്മെ, ഇനി അതാണ് നമുക്കറിയേണ്ട കാര്യമൊന്നുമില്ല. മറ്റേ അത്ര മനസ്സിലായി. പിശാച് മനസ്സിലായല്ലോ. എന്താ ഇരുട്ടിന്റെ ശക്തി? അത് ഉണ്ടോ? ഉണ്ട്. അതിന്റെ പ്രവൃത്തി എന്നുവരെ അതിന്റെ പ്രവൃത്തികൾ ഉണ്ടാവും. ദൈവം ഇതിനെല്ലാം ബന്ധിച്ച് ഫൈനൽ ബന്ധനത്തിലേക്ക് ആക്കി കെട്ടിപ്പൂട്ടി നിത്യമായ അഗ്നിയിലേക്ക് കൊണ്ടിടുന്നൊരു സമയം വരെ ഉണ്ട്. അതുവരെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പല ഏരിയകൾ അനുഭവിക്കാം. അവന്റെ പ്രവർത്തനം ഇതുപോലെ മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക. സ്റ്റീൽ, കിൽ, ഡിസ്ട്രോയ്. വിഴുങ്ങിക്കളയാ, ലാസ്റ്റ് മുടിപ്പിച്ച് കളയാ, തീർത്ത് കളയാ. ഇനി ശ്രദ്ധിച്ചേ, പിശാച് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത്, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിന്റെ അകത്ത് അറ്റാക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില മേഖലകൾ, ഏരിയാസ് നമ്മളത് ചിന്തിക്കാൻ പോവാം. നമ്പർ 1 എഴുതിക്കോണം, നോട്ട് കുറിച്ചോണം. ഈ ദൂതന് അവസാനം നമ്മൾ ഇതിനെല്ലാം പ്രാർത്ഥിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടും. പിശാച് നമ്മളെ ആക്രമിക്കുന്ന മേഖല അതാണ് നമ്മൾ അറിയേണ്ടത്. അവന്റെ പദ്ധതികളെ, അവന്റെ സ്കീമിനെ നിങ്ങൾ എന്ത് ചെയ്ത് അറിയാതെ പോകരുത്. ഒന്ന്, നമ്മുടെ മനസ്സിനെ അവൻ അറ്റാക്ക് ചെയ്യും. മൈൻഡ്. ഒന്നാമത് അറ്റാക്ക് ചെയ്യുന്ന മണ്ഡലമാണ്, എഴുതിക്കോ, മൈൻഡ്. ചിന്ത മണ്ഡലം, മൈൻഡ്. They will attack your mind. മനസ്സിനെ പിശാച് അറ്റാക്ക് ചെയ്യും. ഒരു വാക്യം വായിച്ചേ, 2 കൊരിന്ത്യർ 10:5. 2 കൊരിന്ത്യർ 10:5. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നമ്മുടെ മനസ്സിലാണ് സകല സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന സകല ഉയർച്ചകളും. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കയറി വരികയാണ്. ഇതിനെ ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിനോട് അനുസരണത്താൽ പിടിച്ചടക്കും. ഒന്നാമത് ശ്രദ്ധിച്ചേ, ഫസ്റ്റ് നമ്പർ 1 പിശാച് അറ്റാക്ക് ചെയ്യുന്ന ഒന്നാമത്തെ മേഖല നമ്മുടെ മൈൻഡ്, മനസ്സിന്റെ മണ്ഡലം, നമ്മുടെ ചിന്താ മണ്ഡലങ്ങളെ പിശാച് അറ്റാക്ക് ചെയ്യും. അതാ യേശു പറഞ്ഞപ്പോ ഒരു വചനം, നല്ല വചനം വീണ് അവൻ സമ്മതിക്കത്തില്ല. അപ്പരെ പറവ് ഒന്ന് കൊത്തിയെടുക്കുന്ന പോലെ ഹൃദയത്തിൽ വീണ് വളരേണ്ടതിനെ കൊത്തിയെടുത്തോണ്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഈ കേൾക്കുമ്പോൾ ഈ വചനത്തെ ശ്രദ്ധിക്കണം. ഇത് വീണാൽ ഈ മണിക്കൂറിൽ തന്നെ, വരുന്ന മിനിറ്റിൽ നിന്റെ ലൈഫിൽ ഭയങ്കര വിടുതല. പക്ഷെ ഇവ സമ്മതിക്കത്തില്ല. വീഴുന്നത് അപ്പ തന്നെ കൊത്തിപ്പറിച്ചുകൊണ്ട് എടുക്കാൻ നിൽക്കും. അതിനെ അറിഞ്ഞ് ജയിക്കണം. കാരണം ഈ വിത്ത് നിന്റെ മേൽ 100 മേനി കൊയ്യാനുള്ളതാണ്, ജീവിതത്തെ മാറ്റാനുള്ളതാണ്. അത് സമ്മതിക്കത്തില്ല. പകരം എടുത്തുകൊണ്ട് ഒന്ന് മനസ്സിൽ അറ്റാക്ക്. ഞാൻ പറഞ്ഞില്ല, ഒന്നാമത് അറ്റാക്ക് ചെയ്യുന്നതല്ല നമ്മുടെ മൈൻഡിലാണ്. അത് ഒന്നാമതാണ്. നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ഭയത്തെ കൊണ്ടിടും. ഫിയർ. ശ്രദ്ധിച്ചേ, ഇനി ഓരോന്ന് നോക്കണം. ഭയം. ഭയം. യോബ് പറയുന്നുണ്ട്, യോബിന്റെ പുസ്തകം, ഞാൻ പേടിച്ച് തന്നെ എനിക്ക് എന്ത് ചെയ്തു. ആർക്കെങ്കിലും ഇന്നിപ്പോൾ പറയുമ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് ആവശ്യമില്ലാത്ത ചില ഏരിയകളിൽ ഭയം അടിക്കടി നിന്നെ കേറുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ആ ഏരിയയിൽ അവന്റെ അറ്റാക്ക് നടക്കുന്നുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാരെ രാത്രി കിടന്നിട്ട് ഞാൻ രാവിലെ എഴുന്നേക്കുവോ, എന്റെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വരുമോ, ഞാൻ ജീവിച്ചിരിക്കുവോ? ഇത് 2-3 പ്രാവശ്യം അടിക്കടി ഉണ്ടായാൽ നിന്നെ പിശാച് കടിയിലേക്ക് കൊണ്ട് വീഴ്ത്തും. ഭയം, ഭാവിയെക്കുറിച്ച്, നാളെക്കുറിച്ച് എന്തെങ്കിലും ഓവറായിട്ട് ഭയം
ജീവിതത്തിന്റെ അകത്ത് കയറി വരുന്നുണ്ടെങ്കിൽ പിശാചിന് തുറക്കാനുള്ള ഏറ്റവും വലിയ വാതിലാണ് ഇന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. ഏതെങ്കിലും മേഖല ആരുടെയെങ്കിലും ജീവിതത്തിന്റെ അകത്ത് ഭയം അകത്ത് കയറുന്നുണ്ടെങ്കിൽ അതിനെ ചവിട്ടി ഒന്ന് പുറത്താക്കണം. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും, ഞാൻ ഈ പറഞ്ഞ ഒരു ഉറക്കത്തിന്റെ കാര്യം മാത്രമല്ല, മറ്റേതെങ്കിലും വിഷയത്തിൽ ആവശ്യമില്ലാത്ത അങ്ങ് ഭയം കയറുക, ചുമ്മാതെ അങ്ങ് ഭയം കയറുന്നെങ്കിൽ അവന്റെ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തിരിച്ചറിഞ്ഞ്, കാരണം ഇത് മുന്നോട്ട് പോയാൽ പിശാചിന് കയറാൻ ഏറ്റവും വലിയ വാതിലാണ്. ഈ ബ്ലാക്ക് മാജിക്കും ദുർമന്ത്രവാദവും ഒക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? അവിടെ എന്തോ ഈ കാണിക്കുന്നേ? ആദ്യം എന്തോ കാണിക്കുന്നേ? ഒന്നുമില്ലേലും ആദ്യം എന്തോ കാണിക്കുന്നേ? ഒരു തീയും ഒരു പുകയും ഒക്കെ കെട്ടി. ഇത് ഒന്നുമില്ലേലും ഇത് കാണാത്തവനും തന്നെ ഉള്ളിൽ ഒരു ഭയം കയറും. ഈ ഭയത്തിന്റെ ആ ഡോറ് തുറന്നു കിട്ടിയാൽ ഇരുട്ടിന്റെ സാത്താനിക മണ്ഡലങ്ങൾക്ക് കയറാൻ ഭയങ്കര അവസരമാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്തിനെങ്കിലും കുറിച്ച് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ചിലരുണ്ട് മറ്റുള്ളവർ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്റെ വീട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇത് ഒന്നും ചെയ്തില്ലേലും ഇത് ഭയം അകത്ത് കയറിയാൽ അവൻ ഒന്നും ചെയ്തില്ലേലും വേറെ എന്തെങ്കിലും കയറി വരാൻ ഏറ്റവും നല്ല ഡോറ് തുറക്കുക ആവശ്യമില്ലാത്ത ഭയം. ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന്റെ അകത്ത് ഓരോ ഏരിയ തൊട്ടാ സംസാരിക്കുന്നത്. ആരെങ്കിലും, ഇത് എല്ലാവർക്കും അതില്ല, പക്ഷെ ആരെങ്കിലും ജീവിതത്തിൽ വല്ലാത്ത ഭയം അകത്ത് ഏതെങ്കിലും വിഷയത്തിൽ കയറുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പേ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. ആ സ്പിരിറ്റ് ഓഫ് ഫിയർ, അത് വെറും ഭയമല്ല. അത് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം വന്നു, നമ്മളൊരാൾ പേടിപ്പിച്ചു, പെട്ടെന്ന് വന്നു ഒരു മൃഗം നമ്മുടെ മുമ്പിൽ വന്നു, ആ ഭയമല്ല, അത് നോർമൽ മാനുഷിക ഭയം. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നമ്മുടെ മുമ്പിൽ വന്നു, നമ്മൾ നടന്നു വന്നു, പെട്ടെന്ന് ഒരു വണ്ടി നമ്മളെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നു, നമ്മളൊന്ന് ഭയപ്പെടുന്നു, അത് നോർമൽ ഭയം. ഞാൻ ആ ഭയത്തെ അല്ല പറഞ്ഞത്. ആവശ്യമില്ലാതെ അകത്ത് കയറുന്ന, ഒന്നുമില്ലേലും ഉണ്ടെന്ന് നിന്നെ തോന്നിപ്പിച്ച് ഭയത്തിന്റെ അകത്ത് അടിമത്തത്തിൽ വരുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ മണ്ഡലത്തിന് പുറത്ത് ദൈവം ചിലതിനെ പുറത്തു വരാൻ പോയ, അത് സ്പിരിറ്റ് ആണ്, അത് ദുരാത്മാവാണ്. ഈ ഭയം കയറിയാൽ നല്ല പ്രൊഡക്റ്റീവ് ഉണ്ടാകത്തില്ല, ആവേശത്തോടെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല, ആവേശത്തോടെ ഒന്നിനും സ്റ്റെപ്പ് വെക്കാൻ സമ്മതിക്കത്തില്ല. അകത്ത് കയറിയ ഭയം ഇന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, ഇത് പറയുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചോ. ഏതെങ്കിലും സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിന്റെ ദുരാത്മാവ് ഉണ്ടെങ്കിൽ അത് ഇന്ന് പകൽ എന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ജീവിതത്തിൽ നിന്ന് മാറാ കൽപ്പിച്ച്. രണ്ട്, മനസ്സിൽ അടിച്ചു കയറുന്നത് ഡൗട്ട്, സംശയം. അവർക്ക് പറ സംശയം. സംശയം അത് രോഗം തന്നെ. ബൈബിളിൽ സംഖ്യാപുസ്തകത്തിൽ കിടപ്പുണ്ട്, സംഖ്യ എടുക്കണ്ട 5:14. അവർക്ക് ശങ്കാവിഷയം ബാധിച്ചു. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യ സംശയം, മക്കൾക്ക് ഭാര്യ ഭർത്താവ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം. അത് ദുരാത്മ വ്യാപാരോ ആടിക്കണം. ഇത് എവിടെങ്കിലും അറിഞ്ഞോ അറിയാതോ എന്തിനെ കുറിച്ചൊക്കെ ആവശ്യമില്ലാത്ത സംശയത്തിന്റെ ദുരാത്മാവ് അങ്ങനെ നടപ്പുണ്ട്. നിങ്ങൾ നോട്ട് കുറിച്ചോ, വീട്ടിൽ ചെന്ന് ശ്രദ്ധിച്ചാൽ മതി. സംഖ്യ 5:14 ശങ്കാവിഷയം, ഡൗട്ടിന്റെ സ്പിരിറ്റ്. ഒരു വിഷയത്തെ കുറിച്ച് അതാണോ ഇതാണോ ഡൗട്ട് അല്ല, ഒരു ക്വസ്റ്റ്യൻ എക്സാം എഴുതുമ്പോൾ അതാണോ ഇത്, ആ ഡൗട്ടല്ല ഞാൻ പറയുന്നത്. സംശയം സ്പിരിറ്റ്, അത് നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, അത് അടിച്ച് പുറത്തേക്ക്. അത് കയറി നിന്നാൽ ചില ബന്ധങ്ങളെ വല്ലാതാക്കുന്ന സ്പിരിറ്റ് ആണത്. സംശയത്തിന്റെ രോഗം കുടുംബങ്ങളെ തകർക്കും, അപ്പനമ്മ ബന്ധത്തെ തകർക്കും, മക്കൾ ബന്ധത്തെ തകർക്കും, സകലത്തിൽ തകർക്കും. അത് ഏത് ബന്ധത്തെ തകർക്കും? ചർച്ചുമായി ഏത് ബന്ധത്തിലായാലും ആ ബന്ധങ്ങളെ തകർക്കാൻ പിശാച് ഉപയോഗിക്കുന്നവരാ ഡൗട്ട്, സംശയം, ശങ്കാവിഷയം. ഇന്ന് പകൽ ആരുടെയെങ്കിലും ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ പിശാച് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഒന്നാമത്തെ മേലെ മൈൻഡ്, ഈ മനസ്സിൽ അറ്റാക്ക് ചെയ്യുന്ന ഒന്നാണ് ഫിയർ കയറുക. രണ്ട്, മനസ്സിൽ എന്തുകൊണ്ടാവുക? സംശയ രോഗം. അത് രോഗം തന്നെ, അത് ഇരുട്ടിന്റെ വ്യാപാരം. പ്രാർത്ഥിച്ച് അതിനുമേ ജയം എടുക്കണം. കാരണം ഇതൊക്കെ ഒരു മനുഷ്യന്റെ അകത്ത് കയറി അവനെ വല്ലാതാക്കും. അടുത്തത് ആങ്സൈറ്റി. ഒന്നിനെ വല്ലാതെ നമുക്ക് ഒരു ചിന്ത വേണം, ഭാര വേണം, ശ്രദ്ധ വേണം. ഒരിടത്ത് പോകുമ്പോൾ അതിന്റെ ക്രമീകരണം വേണം, നാളെ കുറിച്ച് ചിന്തിക്കണം, ക്രമീകരിക്കണം. അത് വേണ്ടെന്നല്ല, പക്ഷെ അതിനപ്പുറത്തുള്ള വ്യാകുല ചിന്തകൾ, അതുപോലെ കൺഫ്യൂഷൻസ്, ഒരു പരിധിക്കപ്പുറത്തുള്ള വല്ലാത്ത കൺഫ്യൂഷൻസ്. അടുത്തൊരു സംഭവമാണ് മൈൻഡിലോട് അനുസരണക്കേടിന്റെ ആത്മാവ്. എഫേസ്യർ 2:2 കിടപ്പുണ്ട്. എഫേസ്യർ 2:2 ഡിസോബീഡിയൻസ്. മുമ്പേ
ആ വാക്യം ഒന്ന് വായിച്ചേ, നിങ്ങൾക്ക് മനസ്സിലാവും. അവയിൽ ആ നിങ്ങൾ മുമ്പേ ആ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആ ആകാശത്തിലെ അധികാരത്തിനും ആകാശത്തിലെ സംഭവം വേറെ സാധനം. ആകാശത്തിലെ അധികാരങ്ങൾക്കും അനുസരണക്കേടിന്റെ മക്കളിൽ ആ ഇപ്പോൾ വ്യാപരിക്കുന്ന ആ ആത്മാവിനും ആ അധിപതിയായവനെയും ആ അനുസരിച്ച് നടന്നും. അനുസരണക്കേട് എവിടെങ്കിലും ഓവറാണെങ്കിൽ, ഓവറായി തോന്നുന്നെങ്കിൽ അതിനെ ശാസിക്കേണ്ട സമയമായി. സീരിയസാ പറഞ്ഞു. അനുസരണം ദൈവിക അനുഭവങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു വീട്ടിൽ ഒരാൾ അത് പറഞ്ഞു ഇത് പറഞ്ഞ് അനുസരിച്ചില്ല, അല്ലെങ്കിൽ മക്കൾ പറഞ്ഞതല്ല, ഒരു സ്ഥിരമായിട്ട് അനുസരണക്കേടിന്റെ സ്വഭാവം കാണുന്നെങ്കിൽ മനസ്സിലായിക്കോണോ, ആ സ്പിരിറ്റിന്റെ അറ്റാക്ക് നടക്കുന്നുണ്ട്. അനുസരണക്കേടിന്റെ ആത്മാവാണ്. അതിനെ നമ്മൾ ശാസിച്ച് അതിനുമേ ജയം ഏറ്റെടുത്തേ പറ്റൂ. ഈ ലോകത്തിലെ കാലഗതിക്കും ആകാശത്തിലെ അന്ധകാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും ഈ സ്ഥിരം അനുസരണക്കേട് കാണിക്കുമ്പോൾ ഒരു ആത്മാവില്ലെങ്കിൽ കയറുക, പിന്നെ അതിന്റെ സ്ട്രോങ് ആയിട്ട് അങ്ങ് മാറുക. ഒരു പ്രാവശ്യത്തെ അനുസരണക്കേട് പ്രശ്നം വരത്തില്ലേ, ഈ 2-3 പ്രാവശ്യം അനുസരണക്കേട് കയറുമ്പോൾ പിന്നെ ഇതിന്റെ ഒരു ആത്മാവായിട്ട് അങ്ങ് മാറുക. പിന്നെ ഒന്നിനെ അനുസരിക്കത്തില്ല, ഒന്നിനും കീഴ്പ്പെടത്തില്ല, ഒന്നിലും തലതാഴ്ത്തത്തില്ല. അനുസരണക്കേടിന്റെ സ്പിരിറ്റ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ചെക്ക് ചെയ്യണം. ഇത് വളരെ ഗൗരവത്തോടെ ഈ മെസ്സേജ് എടുക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ഏരിയയിൽ ആരെങ്കിലുമൊക്കെ ദൈവാത്മാവ് ഇത് തൊടും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഡിസോബീഡിയൻസ്, അനുസരണക്കേടിന്റെ ആത്മാവിനെ അടിച്ചു പുറത്താക്കിയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയിരിക്കണം. മൈൻഡിൽ അറ്റാക്ക. അടുത്തത് ഈ നെഗറ്റീവ് തോട്ട്. എന്ത് കണ്ടാലും നെഗറ്റീവ്, എന്തിനും നെഗറ്റീവ് അകത്ത് സ്ഥിരമായി നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടിടുന്നെങ്കിൽ അതിനെ പുറത്താക്കണം. ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇതങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ജീവിക്കിച്ചെന്റെ കാര്യം, എന്നെ ആർക്കും വേണ്ട, ഞാനൊന്നിനും കൊള്ളത്തില്ല, അതങ്ങനെ ഇങ്ങനെ. അത് മാത്രമല്ല മറ്റുള്ളവരും അതങ്ങനെ. എല്ലാത്തിനും നിഷേധാത്മാവ മനസ്സങ്ങ് കേറി പിന്നെ എന്ത് കണ്ടാലും നെഗറ്റീവായിട്ട് കാണും. അതിനെ നമ്മൾ ഇന്ന് ജയിക്കണം. ദൈവം ഓർപ്പിക്കുക, അങ്ങനെ നെഗറ്റീവ് സ്പിരിറ്റ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇത് തകരും. മൈൻഡിൽ അറ്റാക്ക്. ബൈബിളിൽ ഒരു പ്രസിദ്ധമായ വചനമുണ്ട്, സദൃശ്യവാക്യം 17:22. അത് വായിച്ചേ. സദൃശ്യവാക്യം 17:22. ഇതൊരിക്കലും മറക്കില്ല. പ്രോവർബ്സ് 17:22. സദൃശ്യവാക്യം 17:22. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. കണ്ടോ, a cheerful heart is good medicine. ഈ മൈൻഡ് നന്നായാൽ നല്ലൊരു മെഡിസിൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ മനസ്സൊന്ന് നന്നായി നിൽക്കാമോ? ഈ ഞാൻ ഈ പറഞ്ഞ ഏരിയയിലൊന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കാമോ? ഒരു ഭയങ്കര ബലം ശരീരത്തിൽ വ്യാപരിക്കും. ഇതെല്ലാം പിശാചി മനസ്സിൽ കയറുന്ന നമ്മളെ അലട്ടുന്നേ. ഒത്തിരി കാര്യമുണ്ട്. എനിക്ക് എല്ലാം പൂർത്തീകരിക്കുന്നതുകൊണ്ട് എല്ലാം വിശദമായി ഇതിനകത്ത് പറയാൻ പറ്റില്ല. മനസ്സിനെ ഡൗൺ ആക്കിയാൽ ഒരു മനുഷ്യൻ തീർന്നു. എന്തെങ്കിലും കൊണ്ട് ഇട്ടാ മതി. അപ്പം സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ബോൺസിനെ ഡ്രൈ ആക്കുക. മനസ്സ് തകർന്ന് അറ്റാക്കിലാണോ, എല്ലാം ഉണങ്ങി നിൽക്കുന്ന പോലെ അനുഭവം. അപ്പൊ ഇത് നമ്മുടെ വിഷയം എവിടെ കിടക്കുന്ന മൈൻഡിലാ. അപ്പൊ അതൊരു പിശാചിനറിയാം. ഇത് തകർത്ത ശരീരത്തിന് ബലഹീനത, ഇത് തകർത്ത അവനെ മൊത്തം ഒരു മൈൻഡിൽ അറ്റാക്ക് വന്നിട്ടാൽ ആ വ്യക്തിയെ തീർക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട. മൈൻഡ് പതറിപ്പോയാൽ മതി. അത് ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ല ലെവലിൽ നിന്ന ഏലിയ പ്രവാചകൻ ഒരിക്കൽ ഇസബേല് പറഞ്ഞ ഒരു കൂട്ടർ, നാളെ ഇതേ നേരത്ത് നിന്റെ ജീവൻ കാണത്തില്ല, തല കാണത്തില്ലെന്ന് പറഞ്ഞു. ഇവനെല്ലാം കൂടെ ഭയപ്പെട്ട് പേടിച്ച് ചൂരച്ചേട് നടുവിൽ പോയി കർത്താവേ മതി. കണ്ടോ എത്ര നല്ലവനായിട്ട് നിന്നവനാന്നറിയാമോ? ദൈവത്തിന് വേണ്ടി തീയിറക്കി ശുശ്രൂഷ ചെയ്തവനാ. ഒറ്റ വാക്കിനുള്ളിൽ മൈൻഡിനോട്ട് അറ്റാക്ക് കയറി, ഫിയർ കയറി, ഭയപ്പെട്ടു. ബൈബിൾ അങ്ങനെ പറഞ്ഞ ഭയം കയറി. അവൻ ഓടി മാറി. ഞാൻ കൊള്ളാത്തതല്ല ദൈവമേ, നീ എന്റെ ജീവനെ അങ്ങ് എടുക്കണേ, ഇനി എനിക്ക് എന്തോ നാളുകളിൽ നടക്കാനാ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒതുങ്ങാൻ തുടങ്ങി. പക്ഷെ ദൈവാത്മാവ് അവനെ തൊട്ട് പൊട്ടിച്ച് ഇവിടെ തീരുമെന്ന് പറഞ്ഞവനെ വീണ്ടും ഓടിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ മൈൻഡിൽ ശ്രദ്ധിക്കുക, ആ ഹൃദയം, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. ഈ മൈൻഡ് ക്ലിയർ ആയില്ലെങ്കിൽ എന്തോ പ്രശ്നം എന്നറിയാം. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് സമയത്ത് ചെയ്യിപ്പിക്കത്തില്ല പിശാച്. അങ്ങനെ എന്തോ ഉണ്ടാവും,
പലതിനും കാലതാമസം ഉണ്ടാവും. കറക്റ്റ് കാര്യം കറക്റ്റ് സമയത്ത് ചെയ്യാൻ അനുവദിക്കത്തില്ല. അപ്പോഴത്തേക്ക് എന്തുണ്ടാവും? പലതും നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടാതെ ഇവന്റെ അറ്റാക്ക് ഉണ്ടാവും. ഇതിനെങ്ങനെ ജയിക്കാം? ഒറ്റ കാര്യമുള്ളൂ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീനെന്ന് റോമർ 12:2 പറയുന്നു. എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരം, മൈൻഡിനൊരു പുതുക്കം കൊടുക്കണം. എങ്കിൽ നമുക്ക് ആ വിടുതൽ അനുഭവിക്കാൻ പറ്റും. ഞാൻ അവിടെ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ സമയം എടുക്കണം. ഒന്ന്, എല്ലാവരും ശ്രദ്ധിച്ചു. ഒന്നാമത് പിശാച് അറ്റാക്ക് ചെയ്യുന്ന മേഖല എവിടെയാണ്? നമ്മുടെ മനസ്സ്, മൈൻഡ്. ഉറക്കെ പറ, മനസ്സ്. അതിൻ്റെ അകത്ത് പല ഘട്ടമുണ്ട്. അതിൽ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിൽ പിശാചിന്റെ അറ്റാക്ക്. അവന്റെ ജീവിതത്തിൽ നല്ല സ്റ്റെപ്പ് വെക്കാൻ സമ്മതിക്കാതെ മനസ്സിനെ ഇതാക്കി ഉണക്കി ചിന്തിപ്പിച്ച് സംശയം ഉണ്ടാക്കി, ഭയം ഉണ്ടാക്കി, വാക്കുകളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി, ചുമ്മാ അങ്ങ് ചിന്ത ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ അങ്ങനെ അല്ലായിരിക്കാം, പക്ഷെ അങ്ങനെ ആയിട്ട് തോന്നുക. അത് പിശാച് എന്ത് ചെയ്യുക? ഇട്ടേക്ക. പിശാച് കൊണ്ട് നമ്മുടെ ഉള്ളിൽ അങ്ങ് ഇട്ടേക്ക. 2, പിശാച് അറ്റാക്ക് ചെയ്യുന്ന രണ്ടാമത്തെ മേഖല നമ്മുടെ റിലേഷൻഷിപ്പ്. എഴുതിക്കോ, ബന്ധങ്ങൾ. ഐക്യതയെ തകർക്കുന്ന മണ്ഡലത്തിൽ പിശാചിന്റെ വ്യാപാരം. ഐക്യതയെ തകർക്കും. സഭാപ്രസംഗി 4:12 വചനം ശ്രദ്ധിച്ച് ഒന്ന് വായിച്ചേ. സഭാപ്രസംഗി 4:12. സഭാപ്രസംഗി 4:12. ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം. മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല. ഒന്നിച്ച് നിന്നാൽ അറ്റാക്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കാൻ പറ്റും. മുപ്പിരിച്ചരുടെ വേഗത്തിൽ എന്ത് ചെയ്യത്തില്ല? അറ്റുപോകത്തില്ല. പിശാചിന്റെ ഏറ്റവും വലിയ മേഖല ഐക്യത്തെ, ബന്ധത്തെ തകർക്കുക, വ്യക്തികളെ അകറ്റുക. ഇത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. പല അനുഭവം ഒന്നിച്ച് ബൈബിൾ അറിയാം. 133 സംഘത്തിൽ പറയുന്നു, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണ്. ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു ജയമുണ്ട്. ഒന്നിച്ച് നിൽക്കും. അത് കുടുംബമാകാം, ജീവിതമാകാം, എല്ലാം. ഒന്നിച്ച് നിൽപ്പാൻ സമ്മതിക്കാതെ അകറ്റുന്ന ഒരു മണ്ഡലം. എന്താണെന്നറിയാമോ? ഈ ബന്ധത്തെ അകറ്റുന്നതെന്നറിയാമോ? ബന്ധത്തിന്റെ മേൽ അറ്റാക്ക് വരുമ്പോൾ നിന്നെ ഒറ്റപ്പെടുത്തി അനുഭവിക്കേണ്ട നന്മകളും സന്തോഷവും ദൈവം വെച്ചതിനെ ഇല്ലാതാക്കുക. സ്റ്റോപ്പ്. യൂണിറ്റി ഇല്ലാതാക്കുക, ഐക്യത ഇല്ലാതാക്കുക. ബന്ധത്തെ അറ്റാക്ക്, ആ ബന്ധം വരെ കിട്ടുന്ന സപ്പോർട്ടിനെ ഇല്ലാതാക്കുക. എന്നിട്ട് പകരം നമ്മളെ എനിക്ക് ആരും ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ ഒറ്റപ്പെടുത്തി കയ്പിന്റെ അകത്ത് നമ്മുടെ ജീവിതത്തെ ജീവിപ്പിക്കുന്ന ഒരു അനുഭവം. ഇനി ശ്രദ്ധിച്ചേ, പിശാച് അറ്റാക്ക് ചെയ്യുന്ന രണ്ടാമത്തെ മേഖലയാണ് ബന്ധങ്ങളെ, റിലേഷനെ അറ്റാക്ക് ചെയ്യുന്നത്. ഒന്നാമത് അറ്റാക്ക് ചെയ്യുന്ന മേഖലയാണ് കുടുംബജീവിതം, ഫാമിലി. അവിടെ എന്ത് ചെയ്യും? ബന്ധങ്ങളെ അറ്റാക്ക്. ഹസ്ബൻഡ് വൈഫ്, തലമുറ, ഫ്രണ്ട്ഷിപ്പ്, ബന്ധങ്ങൾ. ഇനി ചർച്ചിന് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. അകറ്റുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഈ റിലേഷൻസിനെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു ശുഭ, എല്ലാവരും ശ്രദ്ധിച്ചേ, ഒന്നിച്ച് നിൽക്കുന്ന മക്കളെ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു ശുഭതയുണ്ട്. ഈ ശുഭതയെ അകറ്റുന്ന, ഇല്ലാതാക്കുന്ന ഒരു സ്പിരിറ്റാണ് ഈ പിശാചിന്റെ മണ്ഡലമാണ്. ഐക്യതയെ തകർക്കുന്ന, റിലേഷനെ തകർക്കുന്ന മണ്ഡലം. അത് കുടുംബത്തിൽ നമ്മളത് വരുമ്പോഴേ തിരിച്ചറിയണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മക്കളും ആദ്യം അത് പറഞ്ഞുതരാം, എന്നിട്ട് ചർച്ചും അതും പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു വീട്ടിൽ അപ്പൻ, എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അത് പല രീതിയിൽ തിരിച്ചു വരും. ഒരപ്പൻ വെളിയിലേക്ക് പോകുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. വൈകിട്ട് വരുമ്പോൾ കുഞ്ഞുണ്ട്, കൊച്ചു കുഞ്ഞാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇച്ചിരി പറയാമല്ലോ, പിള്ളേർക്ക് എന്തെങ്കിലും സീഡ്സ് വാങ്ങിച്ചോണ്ട് വരുന്നു. അപ്പോൾ സീഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഞ്ഞപ്പോൾ പറയും അങ്ങനെ ചുമ്മാ, ഉദാഹരണം, ഒരു സന്തോഷത്തോടെ പോകുന്ന വീടാണേ, ഒരു കുഴപ്പമില്ലേ. കുഞ്ഞ് ചുമ്മാ ചെവിച്ചെന്ന് പറയും, അത് അമ്മ എന്നെ ഇന്ന് അടിച്ചു, അമ്മ ഇന്ന് എന്നെ അടിച്ചു. ഉടനെ അപ്പൻ ഭർത്താവ് ചുമ്മാ ചോദിക്കാം, എന്തുവാ കുഞ്ഞിനെ
പിശാജ് ആ ടോൺ അങ്ങ് മാറ്റും, സംസാരം വേറെ രീതിയിലാണ്. അത് എന്റെ കൊച്ചിനെ അടിച്ച എന്തോ കുഴപ്പം? ഉടനെ ഭർത്താവ് ഒരു കുഴപ്പമില്ലാതിരുന്നാണ് ഭർത്താവ് അത് ഇപ്പൊ നിന്റെ കൊച്ചമായത്. അടുത്ത 2-3 വചനത്തിനകം ഈ സ്പിരിറ്റ് കയറിയിരിക്കും. വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞ വാക്കുകളാ. വാക്ക് പറഞ്ഞു, അടുത്ത വാക്കായി. അവന്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ ഇത് സ്പ്ലിറ്റ് ഉണ്ടാക്കുക. അവന്റെ തന്ത്രങ്ങൾ, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഈ ഒന്നിച്ചിരിക്കുക, അകറ്റ്. ഇനി മക്കൾ ബന്ധം, അത് പല ഉദാഹരണം പറയാം. പക്ഷെ എന്താ സിമ്പിൾ ആയിട്ട് എന്താ പറയുന്നത്? ഓക്കെ, എന്തെങ്കിലും ഒന്ന് ഇപ്പൊ നമ്മള് വീട്ടില് മക്കളോട്ട് സന്തോഷമായിട്ട് പോകുന്നു, എവിടെയെങ്കിലും പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ മോളാട്ടെ എന്തോ ആയിക്കോട്ടെ, അപ്പൊ എവിടെയെങ്കിലും പോകുന്നു, തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വരിയിൽ ഏതെങ്കിലും ബന്ധുവിന്റെ വീട്ടിലോട്ട് കയറി വരുന്നു, കയറി വന്ന് വരയ്ക്കുമ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഫുഡ് കിട്ടുന്നു, അല്ലെങ്കിൽ ചായ കിട്ടുന്നു, വെള്ളം കുടിക്കുന്നു, എന്തെങ്കിലും നല്ല ഫുഡ് കിട്ടുന്നു, അല്ലെങ്കിൽ കറി കിട്ടുന്നു, അല്ലെങ്കിൽ ചിക്കൻ കറി കിട്ടുന്നു, എന്തെങ്കിലും കിട്ടുന്നു. തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഈ മോനോ അപ്പനോടോ അമ്മയോട് പറയാം, ആ ചിക്കൻ കറി നല്ലതായിരുന്നു. ചുമ്മാ നല്ല രീതിയാണ്, നല്ല ചിക്കൻ കറിയാണ്. ഈ അമ്മയ്ക്കും അറിയാം നല്ല ചിക്കൻ കറിയാണെന്നറിയാം, അപ്പനും അറിയാം നല്ല ചിക്കൻ കറിയാണ്. ഉടനെ അമ്മ ചോദിച്ചു, ഇത്രയും നാൾ ഞാൻ ഉണ്ടാക്കി നിനക്ക് വേണ്ടായിരുന്നോ? ഉടനെ മോള്, അതെന്തോ അമ്മ അങ്ങനെ സംസാരിച്ചേ? മൂന്നാമത്തെ വാക്കിന്റെ അകത്ത് തീർന്നു. എന്തോ കയറി? ഈ സ്പിരിറ്റ് കയറി. പിന്നെ 2 ദിവസം മോള് മിണ്ടുന്നില്ല, അമ്മ മിണ്ടുന്നില്ല, അപ്പനും നല്ല അമ്മയും മോളുമായിട്ടിരുന്നു, അല്ലെങ്കിൽ നല്ല അപ്പനും തീർന്നു. അടുത്തിരിക്കും തൊട്ട് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇനി ഒത്തിരി എക്സാമ്പിൾ ഉണ്ട്, പറയാൻ അങ്ങോട്ട് സമയം എനിക്കിങ്ങനെ സൺഡേയിൽ പരിധിക്കുക. ഇത് വലിയൊരു മെസ്സേജാണ്, പക്ഷെ എനിക്കിത് ശുശ്രൂഷിക്കണം. ഞാനിത് പറഞ്ഞു തീരുകയല്ല, പോയിന്റ് തറയില്ല. എനിക്കൊരു ആത്മാവിന്റെ എനിക്കിത് മനസ്സിലാക്കാതെ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. ഡെലിവറൻസ് സെക്ഷൻ ചെയ്യണം, ഡെലിവറൻസ് മിനിസ്ട്രിയിലോട്ട് വരാൻ പോവാ. ഇത് ദൂരാത്മ വ്യാപാരങ്ങൾ അടിച്ചിറക്കാൻ പോവാ ഇന്ന് പരിശുദ്ധാത്മ. അതെനിക്കറിയാം, ഒത്തിരി പേര് നമ്മുടെ ആൾക്കാർ കേൾക്കാണ്ട്, കേൾപ്പിക്കത്തില്ല, കൊണ്ടുവരത്തില്ല. ഇന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും, കേൾപ്പിക്കത്തില്ല. ആരോടും വിരോധം ഉണ്ടായിട്ടില്ല, ഇവൻ കേൾപ്പിക്കത്തില്ല. ഇത് കേൾപ്പിച്ച വിടുതല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നിച്ച് നിന്ന, യൂണിറ്റി നിന്ന ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. ഈ നമ്മൾ എന്താ അറിയേണ്ടത്? ഇതെന്താ? പിശാചിന്റെ തന്ത്രങ്ങളെ നീ ഈ 2ാമത്തെ വാക്ക് വരുമ്പോഴേ ഇച്ചിരെങ്കിലും വെളിപ്പാടുള്ളവൻ നിർത്തിയേക്കണം. ഈ സംസാരത്തിനിടയ്ക്ക് ദൈവാത്മാവിൽ ഒരു തലമെങ്കിലും മുമ്പിൽ നിൽക്കുന്നവൻ അടുത്ത സ്റ്റെപ്പ് നിർത്തിക്കണം, തിരിച്ചറിഞ്ഞോണം ഇത് പിശാച് കൊണ്ടുവരുന്ന പ്ലാനാണ്. അല്ലാതെ ചിക്കൻ കറിയുടെ വിഷയോ മറ്റക്കറിയുടെ വിഷയോ അമ്മ അടിച്ചതിന്റെ നോണ്ടിന്റെ വിഷയം ഒന്നും അല്ല. ഇതിൽ ഇവൻ എങ്ങനെങ്കിലും സ്പിറ്റ് ഉണ്ടാക്കണം. ഒന്നിച്ച് വെച്ചിട്ടുള്ള ബ്ലെസ്സിങ്, അത് വ്യക്തികളാകാം, ബന്ധങ്ങളാകാം, എന്തെങ്കിലും. നമ്മുടെ വാക്ക്, ചില വാക്ക് നമ്മൾ ഒന്നുപോലും പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞ വാക്കെ കയറി അവൻ കയറി മറ്റവൻ കയറി പിടിക്കും. ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന സ്പിരിറ്റ് ആണ്. അവന്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഒന്നിച്ച് നിന്നാൽ, വ്യക്തികൾ നിന്നാൽ, ബന്ധങ്ങൾ നിന്നാൽ കിട്ടേണ്ട അനുഗ്രഹങ്ങൾ, കിട്ടേണ്ട നന്മകൾ, അല്ലെങ്കിൽ ബന്ധുക്കളാകാം, ഫ്രണ്ട്സ് ആകാം, റിലേഷൻ ആകാം, ആവശ്യമില്ലാതെ അകറ്റുന്ന ഒരു ദുരാത്മ വ്യാപാരമുണ്ട്. അകറ്റുന്ന സ്പിരിറ്റ് പൈശാചികമാണ്. അത് മാരേജിനെ, കുടുംബത്തെ, ഫാമിലി, അപ്പൻ മക്കൾ ബന്ധം, ഇന്ന് തിരിച്ചാണ്. ഒന്നേ പറഞ്ഞ് രണ്ടേ അവൻ ഓക്കെ. ഫ്രണ്ട്ഷിപ്പ്, സഹോദര ബന്ധങ്ങൾ അത് നമുക്ക് നല്ലതാ ചിലതൊക്കെ. ആ ബന്ധങ്ങളെ വരെ അകറ്റാൻ ശ്രമിക്കുന്ന പൈശാചിക വ്യാപാരം. അടുത്തത് ഈ ചർച്ചുമായിട്ട് ബന്ധം. ദൈവം ഒരാളെ ആക്കി വെച്ച സഭ അല്ലെങ്കിൽ വ്യക്തികളുണ്ട്. നമ്മുടെ ബ്ലെസ്സിങ്ങിന് വെച്ച വ്യക്തികൾ ക്രമീയുണ്ട്. ഇതിൽ നിന്ന് പിശാച് അകറ്റും നമ്മളെ. അതെങ്ങനെയാന്ന് പറയട്ടെ, ചിരിക്കല്ലേ ആരും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം തോന്നുക, ഇതല്ല എൻ്റെ സഭ. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ളിൽ തോന്നുക, ഇതല്ല എൻ്റെ സഭ, ആരും ശരിയല്ല. സ്പിരിറ്റാ, ഒരു കുഴപ്പമില്ല, പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് തോന്നിക്കും ഉള്ളിലോട്ട്. അപ്പൊ ദൈവം ബ്ലെസ്സിങ് വെച്ച ഇതിൽ നിന്നും നമ്മെ അകറ്റും. നമ്മുടെ റിലേഷൻ, ബന്ധങ്ങളകറ്റും, യൂണിറ്റി അകറ്റും, വ്യക്തികളെ അകറ്റും. അപ്പൊ അവര് ശരിയല്ല. ഇത് നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക? പിശാച് എന്ന് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക. എന്തെങ്കിലും വാക്കായിരിക്കാം, എന്തെങ്കിലും ഇതായിരിക്കാം, ഇവൻ അതങ്ങ് തോന്നുക, അകറ്റാൻ നമ്മളെ തോന്നിപ്പിക്കുന്നത്. അത് പൈശാചികം. ഇന്ന് ഇവിടുന്ന് ഏതെങ്കിലും നിങ്ങളുടെ ബന്ധങ്ങളിൽ ഓക്കെ ഒരു കണ്ട് ദൈവത്തെ പറയുന്നുണ്ട്, ചില നമ്മളെ കെണിയിലേക്ക് ചാരിക്കുന്ന, നമ്മുടെ ആത്മീയത്തെ ഇല്ലാതാക്കുന്ന ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട്, അത് വേണ്ട നമുക്ക്. അത് ദൈവം തന്നെ പറഞ്ഞ അവനെ വിട്ടുപോയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ള തീയെ കെടുത്തുന്ന സംഭവമുണ്ട്, അതിനെ നമ്മൾ വിട്ടണം. റിലേഷൻ അത് വേണ്ട, കട്ട്.
ദുരാത്മാവിന്റെ വ്യാപാരമായിട്ട് കിടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. അതിനെ നമ്മൾ കട്ടാക്കി. ആ ബന്ധങ്ങളൊന്നും നമുക്ക് വേണ്ട. പക്ഷെ ദൈവിക വെച്ച ബ്ലെസ്സിങ്സിന്റെ അനുഗ്രഹിക്കുന്ന വ്യക്തി ബന്ധങ്ങളെ കുടുംബത്തിന്റെ അകത്ത് ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത് പിശാച് ബന്ധങ്ങളുടെ അകത്ത് അറ്റാക്ക് നടക്കുന്നെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ബന്ധങ്ങളെ അകറ്റിയാൽ ആ ബന്ധങ്ങളിൽ നിന്നുള്ള ബ്ലെസ്സിങ് ഉണ്ട്. ആ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അതിനെ അനുഭവിക്കത്തില്ല അവൻ. ഇന്ന് നിങ്ങൾ ഈ ദിവസം മനസ്സിലായി, ഏതെങ്കിലും നിങ്ങളെ ഈ ദിവസങ്ങളിൽ ചുമ്മാതെ വാക്കെ പിടിച്ച് കുടിക്കുക ഏതെങ്കിലും ബന്ധങ്ങൾ ആ അനുഭവങ്ങൾ സെപ്പറേഷനിലേക്ക് തോന്നുന്നെങ്കിൽ ഇന്ന് പകൽ അതിന്റെ മേൽ ജയം പ്രാപിക്കണം. നമ്മൾ പോലും അറിയത്തില്ല പിശാച് കയറി അങ്ങ് പ്രവർത്തിക്കുന്നേ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ഒരു ഉദാഹരണം പറയാം. കുറച്ചേക്ക് മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഈ ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് ആണ്, പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാന്ന്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ചില സമയത്ത് മെസ്സേജ് എന്ന് പറഞ്ഞാൽ 2, 3, 4 ആഴ്ചകൾക്ക് മുമ്പ് ചിലപ്പോൾ കിട്ടുമ്പോഴായിരിക്കും എഴുതിയെടുക്കുന്നത്. അന്ന് ഞാൻ അറിയാതെ ഉപവാസവും പ്രാർത്ഥനയാണ് പ്രസംഗിക്കുന്നത്. ഏത് ആ ഞായറാഴ്ച. അപ്പൊ 2-3 ആഴ്ചയായിട്ട് എന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഈ പ്രാർത്ഥിച്ചതിന്റെ കൂട്ടത്തിൽ ഞാൻ എനിക്കത് പിന്നെ ഓർമ്മയും വരുന്നില്ല. ഇദ്ദേഹം ഫാസ്റ്റിംഗിലാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി, ഇന്ന സഹോദരൻ, അല്ലെങ്കിൽ ഇന്ന സഹോദരി. നമ്മൾ ഫാസ്റ്റിംഗ് നമ്മൾ ഉപവാസത്തിനിടയ്ക്ക് നമ്മൾ പറഞ്ഞു നമ്മൾ വെറുതെ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല, വെറുതെ ഉപവാസത്തിന്റെ ഇടയ്ക്ക് അവിടെ ഇവിടെ പോയിട്ട് കാര്യമില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞു. കേട്ട വ്യക്തി കേട്ടത് ഇത് എന്നെ പറഞ്ഞാണ്. പുള്ളി അങ്ങോട്ട് അല്ലെങ്കിൽ പുള്ളിയോ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയോ ആ 2 ദിവസം എവിടെ കല്യാണത്തിന് പോയി. ഇത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കും അറിയത്തില്ല. പുള്ളിക്കാരൻ ഞാൻ കല്യാണത്തിന് പോയത് കണ്ടതാ, അതായിരിക്കും ഇന്ന് പറഞ്ഞു. ഒരു നോക്കിയാൽ ഒറ്റ ഒരു കാര്യമില്ല. അന്ന് പറഞ്ഞത് എന്നോടാ. അന്ന് അത്രയും പ്രസംഗിച്ച ആത്മാവിന്റെ തല ഒന്നും കേട്ടില്ല, അതൊന്നും സ്വീകരിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് സെക്കൻഡുകളിടയ്ക്ക് മാത്രം പറഞ്ഞ വെറും പട്ടിണി നടന്നിട്ട് കാര്യമില്ല, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും സമയം കണ്ടെത്തണം, എന്നാലേ യഥാർത്ഥ ഉപവാസമാവത്തുള്ളൂ. ഇത്രയും ഞാൻ പറയാം. എത്ര പേരുണ്ട്? 20 സെക്കൻഡോ 10 സെക്കൻഡ്. ഈ 1 മണിക്കൂർ മെസ്സേജിന്റെ അകത്ത് കേട്ട 10 സെക്കൻഡിന്റെ വാക്ക് അത് എന്നെ കുറിച്ച് പാസ്റ്റർ പറഞ്ഞു. കണ്ടോ ആ ബന്ധം കട്ടാവുന്നുണ്ടോ? പിന്നെ വരവും ആ പോക്കും കാണുമ്പോഴും പിന്നെ 2-3 മാസത്തേക്ക് ദശാംശം പകുതി കട്ട് ചെയ്തിടുന്നതും പകുതി ഇല്ലാതാക്കുന്നതൊക്കെ ഇടുമ്പോഴേ മനസ്സിലാക്കിയോണം ഇതെന്തോ ഇവൻ കേറി. ഇത് ചോദിച്ചാലും പറയത്തില്ല, പിന്നെ വെളിപ്പെട്ട് വരത്തുള്ളൂ. അപ്പം ആരാധനയ്ക്ക് വന്നിരുന്നാലും ഇതാ മനോഭാവം, ഈ ബ്ലെസ്സിങ് കിട്ടും ഇല്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതേപോലെ ബന്ധങ്ങളെ അകറ്റുന്ന ദുരാത്മ വ്യാപാരങ്ങൾ. പിശാചിന്റെ ഒന്നാമത്തെ മേഖല മൈൻഡിനോട് പോരാട്ടം. രണ്ടാമത്തേത് ബന്ധങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന അവന്റെ സ്ട്രാറ്റജിക് പ്ലാൻ. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകാം, തെറ്റിദ്ധാരണ, പക്ഷെ അതിനെ ജയിക്കണം. എഫേസ്യർ 4:26-27 വായിച്ചേ. എഫേസ്യർ 4:26-27. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിനെ ഇടം കൊടുക്കരുത്. ഇനി അഥവാ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ എന്താ അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞാൽ സംസാരിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. പക്ഷെ ഇത് വെച്ചോണ്ടിരുന്നാൽ പിശാചിന് എന്തോ ചെയ്യും? അത് മക്കളോടാകാം, ഭാര്യയോടാകാം, ഭർത്താവിനോടാം, വ്യക്തിയോടാകാം. ഇതൊന്നും എന്തോ അങ്ങനെ പറഞ്ഞു, എന്താ തെറ്റാണ് പറഞ്ഞാൽ തീർന്നു. അടുത്തിരിക്കത്തോടെ ഒന്ന് പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. ഇത് വെച്ചോണ്ടിരുന്നു എത്ര സൂര്യൻ അസ്തമിച്ചെന്നറിയാമോ? സൂര്യൻ അസ്തമിച്ച് സൂര്യനപേക്ഷിച്ച് ഇന്നത്തെ ഡിസംബറുമായി. ഇവൻ എന്താ പ്രശ്നം? ബന്ധങ്ങളെ അകറ്റുന്ന ബന്ധം. ഇത് ഓരോ മേഖല പറയുമ്പോൾ എവിടേക്കോ തൊടണ്ട മണ്ഡലെ കർത്താവ് തൊടും. നമ്മൾ തിരിച്ചതാ പറഞ്ഞ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അടുത്തത് മൂന്നാമത്തെ മേഖല. ഒന്ന് ഫയർ, മനസ്സ്. 2 നമ്മുടെ റിലേഷൻസുകളെ അറ്റാക്ക് ചെയ്യുന്ന മണ്ഡലം. 3 അത് ഫിസിക്കലാണ്. നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ഹെൽത്തിനെ എഴുതിക്കോ, വേണമെങ്കിൽ എഴുതിക്കോ. ആരോഗ്യത്തെ, ശാരീരിക ശക്തിയെ, ഹെൽത്തിനെ, സ്ട്രെങ്തിനെ അറ്റാക്ക് ചെയ്യും. ഇന്ന് പകൽ മരുന്ന് കഴിച്ചിട്ടും പറ്റാത്ത ചില മണ്ഡലങ്ങളിൽ പ്രാർത്ഥിച്ച് നമ്മൾ ജയം എടുക്കാൻ പോവാ. നമ്മുടെ ആരോഗ്യത്തിന് കാരണം നമ്മൾ നിൽക്കണമെങ്കിൽ ഓടണമെങ്കിൽ എന്താണ്? നമ്മുടെ ഹെൽത്താണ്. ദൈവം എനിക്ക്, ഞാൻ പറയാം, ദൈവം എനിക്കൊരു ദൂത് തന്നു. ഇത് പ്രസംഗിക്കണമെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ നിൽക്കണ്ടേ? ദൂത് ദൈവം തന്നു, പക്ഷേ വ്യക്തിക്ക് ബലം വേണം.
രണ്ടാമത്, ചില മണ്ഡലങ്ങളിൽ പിശാച് ചില രോഗമണ്ഡലങ്ങളെ, ശരീരത്തിന്റെ അവസ്ഥകളിൽ അറ്റാക്ക് ഉണ്ടാകും, ഫിസിക്കലി ഡിസോർഡർ ആക്കും, സ്ട്രെങ്ത് ഇല്ലാതാക്കും. കാരണം അത് വരുമ്പോ തന്നെ നമ്മുടെ എന്തുണ്ടാവും? നമ്മൾ തളരും. മനസ്സിന് ആഗ്രഹം ഉണ്ടെങ്കിലും ശരീരം വീക്കാണെങ്കിൽ നമ്മൾ തളരും. ലൂക്കോസ് 13-ാം അധ്യായത്തിൽ കാണാം, 18 വർഷമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരാൻ പറ്റാത്തൊരു സഹോദരി. അത് സാധാ രോഗമല്ല, രോഗത്തിന്റെ ആത്മാവ് ബാധിച്ച. കർത്താവ് തൊട്ടു ക്ഷണത്തിൽ അവരെന്ത് ചെയ്തു? നിവർന്നു. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാകാം, ചില രോഗത്തിന്റെ ആത്മാവ് കയറി നമ്മുടെ ശരീരത്തെ അടിക്കട്ടെ. ഒരു വിധത്തിൽ നമ്മൾ പൊങ്ങാൻ സമയം. ഇന്ന് ഇപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കണം. ഒരു മാറി മരുന്ന് കഴിച്ചു, മെഡിസിൻ എടുത്തു, കാര്യങ്ങൾ എടുത്തു, ഇതൊന്നും കഴിഞ്ഞിട്ടും വരാതെ ആശുപത്രി പോയി ചെക്ക് ചെയ്ത ഒരു സ്കാനിങ്ങിൽ നോക്കിയാൽ ഒരു കുഴപ്പമില്ല. വീണ്ടും റിപ്പീറ്റ്ലി സ്കാനിങ്ങിൽ കുഴപ്പമില്ല, മറ്റേത് കുഴപ്പമില്ല, ഡോക്ടർ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ വീണ്ടും വരുന്നെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കണം. കർത്താവ്, എന്റെ രോഗത്തിന്റെ, എന്റെ ബ്ലഡിന്റെ അകത്ത്, എന്റെ ശരീരത്തിൽ കേടിക്കൂടിയ പൈശാചിക മണ്ഡലങ്ങൾ മാറി എന്റെ ബോഡിയെ അറ്റാക്ക് ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ നാമത്തിൽ അതെന്റെ തലമുറ ജീവിതത്തിൽ നിന്നാലും അഴിഞ്ഞു പോ. ഇന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എല്ലാത്തിനും വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് രോഗമുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇനി കുറച്ച് നന്നായിട്ട് ഇന്ന് മൊത്തം നിന്നാലും വൈകിട്ട് എനിക്ക് കാലുവേദന ഉണ്ടാവും. ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള വെയിലെല്ലാം കൂടെ തുറന്ന് എന്റെ ശരീരം നോക്കാതെ കിടന്നാലും എനിക്കും തലവേദന ഉണ്ടാവും. ഹല്ലേലൂയ. ഡിസോർഡർ ആയിട്ട് ഫുഡ് കഴിച്ചാൽ ശരീരത്തിനകത്ത് ബുദ്ധിമുട്ടാവും. അതല്ല ഞാൻ പറയുന്നത്. അത് നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രകൃതി നിയമങ്ങളെ തെറ്റിച്ച് നമ്മൾ ചെയ്യുമ്പോൾ രോഗങ്ങളും കാലാവസ്ഥ മാറുമ്പോഴൊക്കെ ചിലതുണ്ടാകും. അതൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിരന്തരമായി ഒന്ന് മാറി നിന്നെ നിവർത്തിക്കാൻ പറ്റാതെ ചില പോരാട്ടം അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അതിനെ കൊട്ടഞ്ഞു കളയണം, അതിനെ ശാസിക്കണം. ചില രോഗത്തിന്റെ ആത്മാവ്, രോഗമല്ല, ഇത് സ്പിരിറ്റ് ഓഫ് ഡിസീസസുകൾ പൊട്ടി പുറത്തുകൊണ്ട് ഇന്ന് പകൽ ഇത് മനസ്സിലാക്കി നിങ്ങളുടെ ശരീരത്തെ തൊട്ട് പ്രാർത്ഥിര്. വീട്ടിൽ ചെന്നാൽ നിങ്ങളുടെ തലമുറ തൊട്ട് പ്രാർത്ഥിര്. ഏതെങ്കിലും മാറി വരുന്നെങ്കിൽ ഇന്ന് പകൽ ആ വ്യാപാരങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. പ്രാർത്ഥിക്കണം. ഞാൻ അടുത്തിലേക്ക് വരിക. നമുക്ക് ഇതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സമയം എടുക്കണം. അടുത്ത 4-ാമത്തെ മണ്ഡലം പിശാച് അറ്റാക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ സാമ്പത്തിക ഫിനാൻഷ്യലി സാമ്പത്തിക മണ്ഡലങ്ങളും ദൈവിക നന്മകളുടെ മേലും പിശാചിന്റെ അറ്റാക്ക്. ഇതേ ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവിടെ ഒരു അറ്റാക്ക് ഉണ്ടായാൽ നമ്മുടെ മൈൻഡ് തളരും. മൈൻഡ് തളർന്ന ആത്മീയമായിട്ട് നമ്മളെ തളർത്താൻ വേറൊന്നും വേണ്ട, ഇത് മതി. നമുക്ക് ആ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി, ഒത്തിരി കടഭാരത്തിന്റെ അകത്തായി, ഒത്തിരി കുറവ് വന്ന് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഇത് വന്നാൽ നമ്മുടെ ആത്മീയം തളരും, പറന്നുയരാൻ പറ്റത്തില്ല. ഇതെല്ലാം ഇത് തന്നെ. ഒരു നല്ലൊരു പക്ഷിയെ നമുക്കത് ചിന്തിച്ചേ. ഫ്രണ്ട് നല്ല ചുണ്ടും കാര്യങ്ങളും ഒക്കെ, അതിന് 2 എന്തുണ്ട്? ചിറകളുണ്ട്. അത് പറന്നുയരാൻ 2 ചിറക്. അതിലെ ഇതേപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം, ഒരു പക്ഷിയുടെ ചുണ്ട് മേലോട്ട് നിൽക്കുന്ന പോലെ, അതേപോലെ ഇതാണ് ദൈവിക ബന്ധത്തിൽ കൂടാണ് ഞാൻ പറഞ്ഞ റിലേഷൻ, ബന്ധം, ഫാമിലി. ഒരു ചിറക്. അടുത്ത ചേറാണ് ഫിനാൻസ്. 3 F. ഒന്ന് ഫെയ്ത്ത്, അടുത്തത് ഫാമിലി, റിലേഷൻ, ബന്ധങ്ങൾ, അടുത്ത ഫിനാൻസ്. ഈ ചിറകിന് എവിടെങ്കിലും പറ്റിയാൽ പറന്നുയരാൻ പറ്റാതെ കിടന്ന് സ്ട്രഗിൾ അടിക്കും. ഇന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നടക്കണം. അതിനപ്പുറത്ത് ദൈവം തരുന്നതാണ്. പക്ഷെ അതുപോലും ഇല്ലാതിട്ട് ഞെരുക്കി, ഫൈറ്റിംഗ് ആക്കി, കുറവാക്കി, അനാവശ്യ ചെലവുകളാക്കി, പല പ്രശ്നങ്ങളാക്കി, പ്രവൃത്തിയിൽ തടസ്സമാക്കി, ഇതൊക്കെ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ശാസിക്കണം. അത് അനാവശ്യമായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബാധിക്കുന്ന എവിടാണെന്നറിയാമോ? നമ്മുടെ ആത്മീയത്തെ ബാധിക്കും. നമ്മുടെ എന്ത് ചെയ്യും? ആത്മീയത്തെ ബാധിക്കും. പിന്നെ മനസ്സിതാവും, എനിക്കില്ലല്ലോ, കാരണം അവിടെ ഇന്ന് പ്രാർത്ഥിക്കുക. എവിടെങ്കിലും നമ്മുടെ
അനാവശ്യമായ ചോർച്ചകളെ ജീവിതത്തിൽ ദൈവം ഉണ്ടാക്കുന്നെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് അതിന്റെ മേൽ ദൈവത്താൽ ജയം പ്രാപിക്കണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലേക്ക് വരും. ഇത് കഴിഞ്ഞ് നമുക്ക് പ്രയലോട്ട് കയറാം, സമയമെടുക്കാം. 5, അവൻ അറ്റാക്ക് ചെയ്യുന്ന ഏറ്റവും വേണ്ട നമ്മുടെ ആത്മീയ ജീവിതം, സ്പിരിച്വൽ ലൈഫ്. ഡെവിൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് ആത്മീയ ജീവിതം. ഒരു വാക്യം വായിച്ച 2 കൊരിന്ത്യർ 11:3. 2 കൊരിന്ത്യർ 11:3. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, മൂന്നാമത്തെ വാക്യം, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന്. ആത്മീയ ജീവിതത്തിലുള്ള പിശാചിന്റെ അറ്റാക്ക് ഇത് വന്നു തുടങ്ങുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഏകാഗ്രത വിടുക. ഇനി ശ്രദ്ധിച്ചേ, ആത്മീയ ജീവിതത്തിന്റെ അറ്റാക്ക് ഇവിടെ 1, പ്രാർത്ഥിക്കാതില്ലാതാക്കുക, പ്രാർത്ഥിപ്പിക്കത്തില്ല, പ്രയർലെസ്, പ്രാർത്ഥിപ്പിക്കത്തില്ല. 2, ഈ ആരാധനയിൽ നിന്ന് ഡിസ്ട്രാക്ട് ആക്കുക. നമ്മളെ കൊണ്ട് ആരാധിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. വീട്ടിലോ നടക്കത്തില്ല, ഇവിടെ വന്നെങ്കിൽ ആരാധിക്കില്ല. മൈൻഡിനെ ഡിസ്ട്രാക്ട് ആക്കിപ്പിക്കുക, സമ്മതിക്കില്ല. പണ്ട് ഒരാളോട് ഞാൻ പറഞ്ഞു, ഇതെന്ത് ഈ എപ്പോഴും ഫോൺ വരുത്തിരിക്കുന്നേ, ഒന്നുമില്ല, കമ്പനിക്കാരാണ്ട് ഇതിന് വിളിക്കുന്നേ, അത് ഇതിനെ ഓൺ ചെയ്യുന്നേ. അവർ എന്റെ ചിന്ത വേറെ ആരാണ്ട് അത്യാവശ്യക്കാർ വരുന്നേ വിളിക്കുന്നത്. ആരാധിക്കാൻ ഇരിക്കാൻ സമ്മതിക്കുക, ഡിസ്ട്രാക്ട് ആക്കി മൈൻഡിനെ മാറ്റുക. ആത്മീയ ജീവിതത്തിന് അറ്റാക്ക, പ്രയർ ഇല്ലാത്ത അവസ്ഥ, വചനധ്യാനമില്ല, ആത്മീയത്തെ മടുത്ത ഉണ്ടാക്കുക, പഴയ താല്പര്യം ഇല്ലാതാക്കുക. പക്ഷെ അതിന്റെ അറ്റാക്കാണ്. അതായത് ലോക കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറച്ചിട്ട് ദൈവ കാര്യങ്ങൾക്ക് എന്ത് ചെയ്തില്ല, സമയം കണ്ടെത്താൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഒരു കാര്യം, ഈ മനസ്സും ആത്മീയ ജീവിതവും തമ്മിൽ ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. പിശാച് വേറൊരു ടെക്നിക്ക്, ഇനി എല്ലാവരും ശ്രദ്ധിച്ചു, അത് അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു മേഖല. പിശാച് വേറൊരു ടെക്നിക്ക് അറ്റാക്ക് ചെയ്യുന്നവരുമാണ്. കണ്ടാ നല്ലതാണെന്ന് തോന്നും, പക്ഷെ അതിന്റെ പിന്നെ ഒരു തിന്മയുണ്ടാവും. അത് നമ്മുടെ ഒരു വൈകാരിക സ്നേഹമണ്ഡലം ഉണ്ടല്ലോ, ഇതിനെ കയറി പിശാച് അറ്റാക്ക് ചെയ്യും. വെളി നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമാണ്, പക്ഷെ ഗുഡ് തിങ്സ് ആണ്, പക്ഷെ ഗോഡ് തിങ്സ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും. ഇച്ചിരി ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡ് നമ്മൾ ചെയ്യുന്നല്ല. ഇപ്പോൾ ഒരാൾ വിളിക്കുന്നു, ഒരാളുടെ ഒരു ആവശ്യത്തിന് വിളിച്ചു, ഞായറാഴ്ച ഒരാൾ എന്നെ വിളിച്ചല്ലേ, അപ്പൊ ഞായറാഴ്ച വിളിക്കത്തുള്ളൂ, ഞായറാഴ്ച പോകും. ഒരാളുടെ കൂടെ പോയതല്ലേ. ഇതേപോലത്തെ പല ഉദാഹരണമുണ്ട്. നമ്മൾ നോക്കും നല്ല കാര്യം, ഈ നല്ല കാര്യം ചെയ്ത് വെളിയിൽ നിന്ന് നല്ല കാര്യം നമുക്ക് തോന്നും, നല്ല കാര്യം ചെയ്ത് നമ്മളെ കൊടുക്കും. പിന്നീട് ദൈവത്തിന്റെ കാര്യത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കത്തുമില്ല. വെളി നോക്കുമ്പോൾ ചെയ്തത് ഗുഡ് തിങ്സ്, പക്ഷേ ആത്മീയത്തിൽ നിന്ന് അകറ്റി ഗോഡ്സ് തിങ്സ് ഇല്ലാതാക്കി ഗുഡ് തിങ്സ് കൊണ്ട് നിറയ്ക്കും. അതും പിശാചിന്റെ ഭയങ്കര കെണിയാണ്. പാസ്റ്ററെ, ഞാനൊന്ന് പോയത്, ആ വ്യക്തി ഒറ്റപ്പെട്ടിരിക്കുക, ആരുമില്ല, അതുകൊണ്ട് എന്നെ വിളിച്ച്, ഞാനൊന്ന് പോയതാ, കൂട്ടിൽ അവിടം വരെ യാത്രയ്ക്ക് പോയതാ, അവരുടെ ബന്ധുവിന് ഒരു കല്യാണം ഉണ്ട്, ഒറ്റയ്ക്ക് പോയത്, എന്നെ ഒന്ന് വിളിച്ച്. വെളി നോക്കുമ്പോൾ നല്ല കാര്യമില്ലേ, ഒരാളെ ഒന്ന് സഹായിക്കാൻ കൂടെ പോയതല്ലേ. പക്ഷെ ഇവിടെ എന്തോ സംഭവിച്ചേ, പിശാച് ഇങ്ങനെ പോകുന്നറിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും വിളിപ്പിക്കും. അങ്ങനെ 3-4-5 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ കാര്യം തീർന്നു കിട്ടും. അറ്റാക്ക്. ഇത് ഉദാഹരണം. ഇതുപോലെ വേറെ കാര്യം, ബൈബിളിൽ ഒരു വാക്കുണ്ട്, പരകാര്യം നോക്കി. ആദ്യം സ്വന്തം കാര്യം നോക്കില്ല, പക്ഷെ പരകാര്യം നോക്കും. ഈ പരകാര്യം നോക്കി പോകുമ്പോൾ വീട്ടിലെ ബന്ധങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, കുടുംബങ്ങളുടെ ബന്ധങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, വ്യക്തികൾക്ക് പ്രശ്നം ഉണ്ടാവും. നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ അവൻ ചെയ്ത നല്ല കാര്യമില്ല, പക്ഷെ ഇപ്പുറത്ത് വീട്ടില് അതിലും വലിയ പ്രശ്നമായി. പിടിയിട്ടേ ഞാൻ പറഞ്ഞത്. പണ്ടൊരാള്, ഇതൊന്നും പറയാൻ പിന്നെ ഇവിടെ ഉള്ളവരല്ല, ഇനി അത് ആരും തെറ്റിയിരിക്കില്ലേ, ഇനി അത് ചിലപ്പോൾ പിശാച് കയറി പിടിച്ചെന്നിരിക്കും. എല്ലാം മാറ്റിയൊക്കെ അങ്ങ് പറയാം, അപ്പൊ പിന്നെ പ്രശ്നം വരത്തില്ലല്ലോ. ഒരാൾ ഒന്നാതേ ജീവിക്കാൻ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്, നമുക്ക് ആ അവസ്ഥ അറിയാം. എന്നാലും ഉണ്ട്
വേണം ഡെയിലി 1000 രൂപ, അത് കൂടിയ പട്ടിയ. ഞാൻ ചോദിച്ചു, എന്റെ ദൈവമേ, അതുവരെ ലോൺ എടുത്താ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഏട്ടാ, വെളി നോക്കുമ്പോ മൃഗസ്നേഹി. ഞാൻ പറഞ്ഞു, ഇത് പൈശാചിക വ്യാപാരമാണ്, ചുമ്മാ എല്ലാം കൂടെ വെച്ചിട്ട് ഇത് നിനക്ക് ജീവിക്കാൻ വയ്യ. അതിനെ മേക്കാൻ തന്നെ കടമെടുത്തിട്ടാ ജീവിക്കുന്നത്. ഡെയിലി ജോലിയില്ല, അതിനെ കടമെടുത്ത് വെച്ചോണ്ടിരിക്കുക. അത് കടമെടുത്ത് അതിനെ ഫുഡ് കൊടുക്കും. പാസ്റ്ററെ പ്രാർത്ഥിക്കണം, അതിന് ഫുഡ് കൊടുക്കാൻ ഇതുവരെ കരുതലൊന്നും വെളിപ്പെട്ടില്ലെന്ന്. അതിന് അതിന് കരുതലൊന്നും വെളിപ്പെട്ടില്ല. അതൊരു 10,000 രൂപയുടെ പരിപാടി ഡെയിലി ആവുമെന്ന്. എനിക്ക് ജോലി അത്ര ഇല്ലെന്ന്. എന്തോ പറയാനാ? വെളി നോക്കുമ്പോ ഗുഡ് തിങ്സ്, നല്ല കാര്യം ഇല്ലയോ? പാസ്റ്റർ എന്തോ മൃഗസ്നേഹിയല്ലയോ? നല്ല കാര്യം. പക്ഷേ ഇവിടെ എന്തോ കെണി വരുന്നതെന്നറിയാമോ? ഗോഡ് തിങ്സ് എല്ലാം മാറുക. ഇത് ബന്ധങ്ങളെ, ഫിനാൻസിനെ സംഭവിക്കുന്നു, മനസ്സിനെ സംഭവിക്കുന്നു, ഇതെല്ലാം കൂടെ എന്നൊന്ന് പിശാച് തിരിച്ചറിയാൻ സമ്മതിക്കത്തില്ല. എടാ, ഇത് അതിലും വലിയ കട, ഇതിപ്പോ വന്നിട്ട് എന്തോ ചെയ്യാൻ ഒന്നുമില്ല, നീ ആർക്കെങ്കിലും കൊടുക്കും, അല്ല വിറ്റ് കാശാക്ക്, അല്ല എന്തേലും ചെയ്യും. ഇത് വെച്ചോണ്ടിരുന്നിട്ട് നിന്റെ കാര്യവും നടക്കില്ല, അത് കാര്യം നടക്കില്ല. ഒരു വൈകാര്യത്തെ തരത്തോട്, അയ്യോ അത് പാവല്ലയോ, അയ്യോ അത് പാവല്ലയോ. വൈകാര്യത്തെ തൊട്ട് പിശാചിനറിയാം ഇത് നിന്നെ കൊടുത്താൻ പറ്റുമെന്ന്. വൈകാരിക, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? പറയുന്നതിന്റെ സെൻസിൽ എടുക്കാവൂ. ഇത് ഞാൻ എക്സാമ്പിള്, ഈ പബ്ലിക് മീറ്റിംഗ് ആയതുകൊണ്ട് എല്ലാ എക്സാമ്പിളും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇതിലേക്കും നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾ ഞാനങ്ങ് പറഞ്ഞുള്ളൂ. പക്ഷെ ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലത്തെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നല്ലതാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ നല്ലതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. പക്ഷെ നല്ലതാണെന്ന് തോന്നി പക്ഷെ ലാസ്റ്റ് അത് പറഞ്ഞ ഗുഡ് തിങ്സ് ആണ്. പക്ഷെ ഗോഡ് തിങ്സ് അതിന്റെ അകത്തില്ല. നാളുകൾ കഴിയുമ്പോൾ അവൻ നിന്നെ പോക്ലിയും. അത് പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ അറ്റാക്കാണ്. എത്ര പേർക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് പകലത് തിരിച്ചറിയണം. എല്ലാ ഗുഡ് തിങ്സും ദൈവത്തിന്റെ കണ്ണിൽ ഗോഡ് തിങ്സ് ആയിട്ട് ബന്ധമില്ല. നല്ലത് ചെയ്യണം, നന്മ ചെയ്യണം, ബൈബിൾ അതന്നെ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചു വരുന്നെങ്കിൽ അതിനെ ജയിക്കണം. ആത്മീയ ജീവിതത്തിൽ പറയാം, സ്പിരിച്വൽ അറ്റാക്ക് അടക്കാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിശാച് പലതിനെ ഡിലേ ആക്കും. അത് ദാനിയേൽ പ്രാർത്ഥിച്ച പറഞ്ഞു, ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ച നാളിൽ തന്നെ എന്തോ ഒന്നു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയതാ. പക്ഷെ അന്ധകാര മണ്ഡലത്തിൽ സാത്താൻ എന്ത് ചെയ്തു? ആ ദൂതനെ തടഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി അതിനെ വെട്ടി ഈ ദൂതുമായി ഞാൻ തരോട്ട് വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നുള്ള പ്രശ്നം എന്തറിയാം? പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ആ വന്നിറങ്ങേണ്ട ബ്ലെസ്സിങ്ങിനെ കറക്റ്റ് സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് പിശാചിനറിയാം ഒരു നന്മ വരുന്നുണ്ട്, അത് ഇവന്റെ ജീവിതത്തിൽ ഇറങ്ങിയ വിടുകയില്ല. പക്ഷെ വരാതിരിക്കണമെങ്കിൽ ഇവനെ പ്രാർത്ഥിപ്പിക്കാതിരിക്കണം. പ്രാർത്ഥിക്കാതിരിക്കണമെങ്കിൽ ആത്മീയമായ ഒരു അറ്റാക്ക് അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവന്റെ മനസ്സിന് മേൽ അറ്റാക്ക് ചെയ്യണം. അപ്പൊ ആത്മീയ ജീവിതത്തിന്റെ അപ്പൊ അതിനൊരു കാര്യം, ഈ ഗുഡ് തിങ്സ് കൊണ്ടും കിട്ടാതെ ഗുഡ് തിങ്സ് കൊണ്ട് ഇട്ടിട്ട് ഗോഡ് തിങ്സ് അങ്ങോട്ട് മാറ്റി ആത്മീയതമില്ല, പ്രാർത്ഥനയില്ല, വചനമില്ല, വർഷിപ്പിന്റെ അകത്ത് നിൽക്കത്തില്ല, ഡിസ്ട്രാക്ട് ആക്കി മനസ്സുമില്ലാക്കി മടുപ്പിച്ചതിനകത്ത് ലാസ്റ്റ് അത് വലിയ കെണിയാണ്. ദൈവം വെച്ച ബ്ലെസ്സിങ് നമ്മുടെ ജീവിതത്തിൽ വന്നിറങ്ങാൻ അവൻ സമ്മതിക്കത്തില്ല. ഇതന്നെ ഏതൻ തോട്ടത്തിൽ ഒരു സർപ്പത്തിന്റെ സ്പിരിറ്റാ. ഏതൻ തോട്ടത്തിൽ എന്താ സംഭവിച്ചേ? ദൈവം എന്താ വെച്ചേ? അവിടെ എല്ലാം ഈ പറഞ്ഞതെല്ലാം അവിടെ കാണും. ഒന്ന്, ദൈവമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടായിരുന്നു. പിശാച് ഇറങ്ങി വന്ന് എന്തോ പറഞ്ഞേ? ഈ തോട്ടത്തിലെ വിശുദ്ധന്റെ ഫലം പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഇതുവരെ ആദ്യമായിട്ട് കേട്ടതുപോലെ ഇരിക്കുന്ന പോലെ തോന്നും. പെട്ടെന്ന് ഉൽപ്പത്തി 3-ാം അധ്യായം, ഉൽപ്പത്തി 3 യഹോവയായ ദൈവം ഉണ്ടാക്കിയ 3-ന്റെ 1 തൊട്ട് എല്ലാവരും ശ്രദ്ധിച്ചു, വേഗം ശ്രദ്ധിച്ചു. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുത്, ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷം കൊണ്ട ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള മൈൻഡ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. എല്ലാം തിന്നാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുതേ എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ്
സ്ത്രീയോട്, ആ. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ആ. അത് തിന്നുന്ന നാളിൽ ആ. നിങ്ങളുടെ കണ്ണു തുറക്കുകയും ആ. നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ആ. ദൈവത്തെ പോലെ ആവുകയും നീ ചെയ്യുമെന്ന് മരിക്കത്തില്ല, നിന്റെ കണ്ണു തുറക്കും. മൈൻഡോട് പോരാട്ടോ, അറ്റാക്കാ. അപ്പൊ അവര് പറിച്ചു തിന്നു ഒക്കെ കാണാം. ലാസ്റ്റ് എന്താ സംഭവിച്ചെന്നറിയാമോ? അതിന്റെ 23-ാമത്തെ വചനം ഒന്ന് എടുത്ത് 23-ാമത്തെ വചനം അവനെ എടുത്തിരുന്ന നിലത്തെ കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇത്രേ ഉള്ളൂ. ആ റിലേഷൻ കട്ടായി. ആ മഹത്വത്തിൽ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന ബന്ധത്തെ എന്ത് ചെയ്തു? കട്ടാക്കി. ഇതിനാ ഇവൻ ഇത്രയും പരിപാടി ഒപ്പിച്ചു. ആ ബന്ധം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു, ദൈവത്തെ നഷ്ടപ്പെട്ടു. ആ റിലേഷനെ കട്ടാക്കുക. കണ്ടോ, ഇരുട്ടിന്റെ വ്യാപാരം ആ പാമ്പന്റെ രൂപത്തിൽ, സർപ്പത്തിന്റെ രൂപത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ? കുടുംബത്തെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? സെപ്പറേഷൻ ഉണ്ടാക്കുന്നുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങ് പൊക്കുന്നുണ്ടോ? നീ ദൈവത്തെ പോലെ ആവും, ഇങ്ങനെയാവും, അങ്ങനെയാവും എന്ന് പറഞ്ഞ് മൈൻഡിനെ മാറ്റി. ഇന്ന് പകൽ ഒരു സത്യത്തെ മനസ്സിലാക്കുക. ബൈബിൾ പറഞ്ഞു, സർപ്പം ഹവായെ ഉപായത്തിൽ ചതിക്കുന്ന സ്പിരിറ്റാണ്. ഇതാണ് വ്യാപരിക്കുന്നത്. രണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥനയിലേക്ക് കയറാൻ പോവാ. യെശയ്യാവ് 27:1, പിന്നെ സങ്കീർത്തനം 74:13-14. യെശയ്യാവ് 27:1 വായിച്ചേ. അന്നാളിൽ യഹോവ കടുപ്പവും വലുപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുസർപ്പമായ സ്പ്ലിറ്റിംഗ് സ്പിരിറ്റ്, ജീവിതത്തെ വിതറിക്കുന്ന വിദ്രുസർപ്പമായ ലിവ്യാദാനെയും ചതിക്കുന്ന, വക്രബുദ്ധി കാണിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വക്രസർപ്പമായ ലിവ്യാദാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ സർപ്പത്തെ അവൻ കൊന്നുകളയും. സമുദ്രത്തിലെ സർപ്പത്തെ അവൻ കൊന്നുകളയും. ഇനി സങ്കീർത്തനം 74:13-14. 13-14. സങ്കീർത്തനം 74:13-14. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഇടിച്ചു കളഞ്ഞു. തലത്തെ ഇടിച്ചു കളഞ്ഞു. ലിവ്യാദാന്റെ തലകളെ ആ ചരിത്രം പഠിക്കുമ്പോൾ ഒരു 7 തലയുള്ള സംഭവത്തെ പറഞ്ഞ ലിവ്യാദാൻ, അവന്റെ തലകളെ എന്ത് ചെയ്താ? നീ തകർത്തു കളഞ്ഞു. ഹല്ലേലൂയ. പൈശാചിക പോരാട്ടത്തെ കാണിക്കുക. തകർത്ത് കളഞ്ഞ് മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. ഹല്ലേലൂയ. ജീവിതത്തിന്റെ വഴിയാത്രയിൽ പതുങ്ങി നിന്നതിനെ ദൈവം തകർത്ത് മറുകര എപ്പിച്ചു. ഹല്ലേലൂയ. ആ ചെങ്കടൽ മുക്കിക്കളയാൻ പൈശാചിക വ്യാപാരങ്ങൾ പോരടിച്ചതാ. പക്ഷെ മറഞ്ഞു കിടന്നതിനെ ദൈവം മുക്കിക്കളഞ്ഞിട്ട് ലിവ്യാദാന്റെ തലയെ തകർത്ത് തന്റെ ജനത്തിന് എത്തിക്കേണ്ട നന്മകളെ എന്റെ ദൈവം കൊണ്ടെത്തിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്താ ഇതിന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, വളരെ വേഗത്തിൽ നിന്നെ കയറി അറ്റാക്ക് ചെയ്യുന്ന, രണ്ട്, നിന്നെ ചതിക്കുന്ന, പലതിൽ നിന്നെ തിരിച്ചു മാറ്റുന്ന, ഹല്ലേലൂയ, പലയിടത്തും മറഞ്ഞു നിൽക്കുന്ന ശക്തികൾ, ലിവ്യാദാന്റെ ശക്തികൾ, അത് വക്രബുദ്ധി കാണിക്കും. ഹല്ലേലൂയ. അത് പല മണ്ഡലത്തിൽ ഹല്ലേലൂയ വിദുര ശക്തികളായി പ്രവർത്തിക്കും. ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയാം. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ചില പതുങ്ങിയിരിക്കും, നീ കാണത്തില്ല, പക്ഷെ വേഗത്തിൽ കയറി അറ്റാക്ക് ചെയ്യും. നീ പോലും അറിയാതെ ചതിപ്പിക്കും. നിന്നെ ചിലതിൽ നിന്ന് അകറ്റും. നിന്റെ ജീവിതത്തിൽ വന്നു ചേരേണ്ട നന്മകളെ വന്നു ചേരാതെ തടസ്സം നിൽക്കും. അതിനെ തകർത്തിട്ടാണ് തന്റെ ജനത്തിന് ആഹാരം ദൈവം കൊടുത്തേ. നിന്റെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ചില നന്മകളുണ്ട്. അതിനെ ദൈവം തടയുന്നതിനെ ദൈവം എടുത്തു മാറ്റുക. എന്നാൽ നിന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ പതിയിരിക്കുന്ന, നിന്നെ അറ്റാക്ക് ചെയ്യുന്ന ഇരുട്ടിന്റെ ശക്തികളുണ്ട്. ഇന്ന് പകൽ അതിനെ ജയിക്കാൻ ദൈവം കൃപകളെ തരും. കരമടിച്ചെന്ന് ദൈവത്തോട് മഹത്വ കരേറ്റി അല്പ മിനിറ്റുകളൊന്ന് ആരാധിച്ചേ. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ചില കുടുംബങ്ങളോട് അറ്റാക്ക് ചെയ്യുന്ന, ചിലതിന്റെ മനസ്സിനോട്, ചില ബന്ധങ്ങളോട്, ചില ശരീരത്തോട്, ചില സാമ്പത്തിക മണ്ഡലങ്ങളോട്, ചിലതിന്റെ ആത്മീയ ജീവിതത്തോട് അറ്റാക്ക് ചെയ്യുന്ന പൈശാചിക വ്യാപാരങ്ങളെ ഇന്ന് പകൽ ദൈവം പിടിതെടുത്ത് മാറ്റാൻ പോകുക.
ഇത് നിങ്ങളോടാണെന്ന് മനസ്സിലായാൽ ഇന്ന് പകലൊന്ന് ആരാധിച്ച് ജയമെടുക്ക്. നിന്റെ ജീവിതയാത്രയിൽ പതുങ്ങിയിരിക്കുന്ന ദിവ്യാദാനെ പോലെ പതിയിരിക്കുന്ന ചില പൈശാചിക വ്യാപാരങ്ങൾ ദൈവമാക്കി വെച്ച ഏദൻ തോട്ടത്തിൽ കേറി വന്ന് നിന്നെ ചതിക്കുന്ന ചതിയുടെ സ്പിരിറ്റുകൾ, നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സർപ്പ വ്യാപാരങ്ങൾ, രോഗം കൊണ്ടിടുന്ന രോഗബാധകൾ അറിയട്ടെ. ചില മൈൻഡിനോട് പോരാടുന്ന അറിയട്ടെ. പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിനോട് പോരാടുന്ന ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട്, സംശയ രോഗങ്ങൾ കൊണ്ട്, ഭയങ്ങൾ കൊണ്ട്, വ്യാകുലതകൾ കൊണ്ട് വ്യാപരിക്കുന്നത് അഴിയട്ടെ. രോഗബാധകൾ പ്രാർത്ഥിച്ച് ശരീരത്തിൽ മാറിയുള്ള രോഗബാധകൾ അടിയട്ടെ. ഇന്ന് പകൽ ചില രോഗബാധകൾ ചില ശരീരത്തിൽ കൊണ്ടിട്ട് ഒട്ടും നിവരാൻ പറ്റാതെ നിന്റെ ശരീരത്തിലെ ബലഹീനമാക്കുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങളും, the spirit of disease, I command, get out this body. ആരാധിക്കേണ്ടവർ ആരാധിച്ചു. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കേണ്ടവർ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചു.